ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഡ്രഗ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകും. പിന്നീട് അതേ മാതൃകയിൽ അതത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ് എന്ന് മന്ത്രി അറിയിച്ചു. സർക്കാർ തലത്തിലെ ഫാർമസികൾക്കും ഇതുപോലെ നീല കവറുകൾ നൽകുന്നതാണ്. അവരും നീല കവർ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ്. മരുന്നുകൾ കഴിക്കേണ്ട വിധത്തിന് പുറമെ നീല കവറിൽ അവബോധ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമങ്ങൾ പ്രകാരം ആന്റിബയോട്ടിക്കുകൾ ഷെഡ്യൂൾ എച്ച് പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണറുടെ കുറിപ്പടി പ്രകാരം മാത്രമേ ഇത്തരം മരുന്നുകൾ വിൽക്കാൻ പാടുള്ളൂവെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ കേരളം സുപ്രധാനമായ ചുവടുവയ്പ്പാണ് നടത്തുന്നത്. റേഞ്ച് ഓൺ ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് എന്ന പേരിൽ ഡ്രഗ് കൺട്രോൾ വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ലോഗോ പ്രകാശനവും പോസ്റ്റർ പ്രകാശനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജുലൻ, ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ, ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ സാജു ജോൺ, അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഷാജി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു വ്യക്തിക്കായി ഡോക്ടർ നൽകുന്ന കുറിപ്പടിയിൽ മറ്റുള്ളവർ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗശൂന്യമായതോ കാലാവധി കഴിഞ്ഞതോ ആയ ആന്റിബയോട്ടിക്കുകൾ പരിസരങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. ഇനി മുതൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്ക് മുൻപിലും ആന്റിബയോട്ടിക് അവബോധത്തെപ്പറ്റി ഏകീകൃത പോസ്റ്റർ പതിപ്പിക്കും. ഡോക്ടറുടെ കുറിപ്പടി അല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ഷെഡ്യൂൾ HN1, H1 മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറിപ്പടിയോടുകൂടി മാത്രം ആന്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കണം. ആന്റി മൈക്രോബയൽ പ്രതിരോധം എന്ന മഹാവിപത്ത് ഉയർന്ന ചികിത്സാ ചെലവുകൾക്കും കൂടുതൽ മരണങ്ങൾക്കും ഇടയാക്കും. ഇതാകും പോസ്റ്ററിൽ ഉണ്ടാവുക. ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റി മൈക്രോബയൽ മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ കൃത്യമായ കാരണം വ്യക്തമാക്കണം എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധശേഷി കുറയുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ നീക്കം. ആന്റി മൈക്രോബയലുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവുമാണ് ഇത്തരം മരുന്നുകളുടെ പ്രതിരോധശേഷി കുറയാൻ കാരണം എന്നാണ് വിലയിരുത്തൽ. അസുഖം വരുമ്പോൾ നമ്മളൊക്കെ ആശ്രയിക്കുന്നത് മരുന്നുകളെ തന്നെയാണ്. ഈ മരുന്നുകൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ കഴിക്കരുത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വയം ചികിത്സ ഒന്നിനും ഒരു മറുപടിയല്ല. എന്തായാലും ആന്റിബയോട്ടിക്സുകൾ കഴിക്കുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ വേണം. കാരണം ആന്റിബയോട്ടിക്സ് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ബാധിക്കുന്ന ഒരു ലെവലിലേക്ക് പോകും. ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നന്നായി വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചിലരിലെങ്കിലും സാധ്യതയുണ്ട്. ആ അവസരങ്ങളിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണം. എപ്പോഴും ആന്റിബയോട്ടിക് ഉപയോഗം കരുതലോടെ വേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ആന്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ എടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.